ഹായ്, ഞാൻ ആദിത്യ. ഞാൻ ഇന്നിവിടെ എന്തിനാ വന്നിരിക്കുന്നതെന്ന് അറിയാം. കഴിഞ്ഞ ദിവസം ഓൾ ഇന്ത്യ സൈനിയർ സ്കൂളിന്റെ എൻട്രൻസ് എക്സാമിന്റെ റിസൾട്ട് വന്നു. അതിലേക്ക് ഉന്നത വിജയം കൈവരിച്ച കുറച്ച് കുട്ടികളൊക്കെ നമ്മുടെ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് അവരെയൊക്കെ ഒന്ന് പരിചയപ്പെട്ടാലോ? ഇത് അർണോറോക്കി, ഓൾ ഇന്ത്യ സൈനിയർ സ്കൂൾ എൻട്രൻസ് എക്സാമിനേഷന് കേരളത്തിൽ നിന്ന് 1ാം റാങ്ക് കരസ്ഥമാക്കിയ മിടുക്കൻ. ഹായ്. ഹായ്, ഞാൻ മിൻസ് അക്കാദമിയിലാണ് പഠിച്ചത്. അവിടുത്തെ ഡയറക്ഷൻസ് അനുസരിച്ചാണ് ഞാൻ പ്രിപ്പയർ ചെയ്തത്. എങ്ങനെയാ മിൻസിലെ പഠന രീതിയൊക്കെ? അവിടെ മാത്സിനായിരുന്നു കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതെന്നെ വളരെ ഹെൽപ്പ് ചെയ്തിരുന്നു. ഓക്കെ മോനെ, എനിവേ കൺഗ്രാറ്റ്സ്. സൈനിക് സ്കൂൾ പ്രവേശന പരീക്ഷയിൽ കഴക്കൂട്ടം സൈനിക് സ്കൂളിലേക്ക് കേരളത്തിൽ നിന്നും പ്രവേശനം ലഭിക്കുന്ന 5 പെൺകുട്ടികളെ വിൻസയിലെ 3 മിടുക്കി കുട്ടികളാണിവർ. ഇത് ഫസ്റ്റ് റാങ്ക് കരസ്ഥമാക്കിയ കൊച്ചുമിടുക്കി സ്കന്ദ, സെക്കൻഡ് റാങ്ക് വാങ്ങിയ ഹന, 3rd റാങ്ക് കരസ്ഥമാക്കിയ പ്രസ്തി. ഇപ്പൊ ഇങ്ങനെ റിസൾട്ടിൽ എല്ലാവരും ഹാപ്പി അല്ലേ? ഇപ്പൊ മോളെ, വിൻസയിലെ ക്ലാസ്സിന് വന്നിട്ട് എന്തെങ്കിലും വ്യത്യാസമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ വിൻസയിൽ വന്ന ടൈമിൽ ഞാൻ കുറച്ച് ഇൻട്രോവേർട്ട് ആയിരുന്നു. പക്ഷേ എൻ്റെ അക്കാഡമിക് ഇയർ കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ആ ക്യാരക്ടറൊക്കെ ഫുള്ള് മാറി. പിന്നെ വിൻസയിലെ ടീച്ചേഴ്സൊക്കെ നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് എല്ലാം പഠിപ്പിക്കുന്നതും. പിന്നെ നല്ല ടീച്ചേഴ്സാണ്, ലാഗ് ആക്കത്തൊന്നുമില്ല, നല്ലോണം പഠിപ്പിക്കുന്നത്. ഹനക്ക് എന്താ പറയാനുള്ളത്? വിൻസയിൽ വന്നപ്പോൾ എൻ്റെ പേഴ്സണാലിറ്റിയും ക്യാരക്ടറും ഒക്കെ മാറിയിട്ടുണ്ട്. ടീച്ചേഴ്സൊക്കെ നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. മാത്സ് ഇമ്പ്രൂവ്മെന്റ് നന്നായിട്ടുണ്ട്. ടീച്ചേഴ്സ് എല്ലാവരും ഫ്രണ്ട്ലി ക്യാരക്ടർ. ഇപ്പൊ മോക്ക് വീക്കെൻഡ്സിലെ ക്ലാസ്സിനൊക്കെ വരാൻ ഇഷ്ടമായിരുന്നു? ഇവിടെ വീക്കെൻഡ്സിൽ ക്ലാസ്സിന് വരാൻ ഇഷ്ടമായിരുന്നു. പക്ഷെ ആദ്യം ഇവിടെ വന്നപ്പോൾ ഭയങ്കര സ്കെയറി ആയിരുന്നു. പക്ഷെ ടീച്ചേഴ്സ് സാറും നല്ല ഫ്രണ്ട്ലി ആയതുകൊണ്ട് തന്നെ എനിക്ക് പിന്നെ ഇവിടെ ഇഷ്ടപ്പെടാൻ പറ്റും. പിന്നെ എനിക്ക് ഡെയിലി ക്ലാസ്സിന് വരാൻ ഇഷ്ടമാണ്. ഇവിടുത്തെ ടീച്ചേഴ്സ് ഒക്കെ വളരെ നല്ലതായിട്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ മോന് സൈനിക് സ്കൂൾ പ്രവേശന പരീക്ഷയിലേക്ക് പാസ്സായി, അഡ്മിഷൻ ഉറപ്പാക്കിയല്ലേ? യെസ്, അഡ്മിഷൻ ഉറപ്പായിട്ടുണ്ട്. മെഡിക്കൽ ബാലൻസ് ആണ്, മെഡിക്കൽ കൂടെ എനിക്ക് കവർ ചെയ്യാനുള്ളൂ. അഡ്മിഷൻ കിട്ടാൻ വേണ്ടി വിൻസ് എങ്ങനെ ഹെൽപ്പ് ചെയ്തത്? അഡ്മിഷൻ കിട്ടാനായിട്ട് ഏറ്റവും ഇതിൽ ഒരു കാര്യം പ്രത്യേകം പറയേണ്ടത്, ഏറ്റവും ലാസ്റ്റ് വന്ന സ്റ്റുഡൻ്റാണ് എൻ്റെ മകൻ. അവന് അത്രയും എഫേർട്ട് ഇട്ടാണ് ഇവിടുത്തെ ടീച്ചേഴ്സ് അവനെ ഹാൻഡിൽ ചെയ്തത്. മാത്സിൽ അത്ര ക്ലാരിറ്റിയോടെയാണ് ഇവിടെ നിന്ന് അവനെ ആക്കിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ അഡ്മിഷനെ കുറിച്ചല്ലെങ്കിലും മാത്സിൽ വളരെ ബ്രില്യൻ്റായി എന്നുള്ളൊരു സമാധാനം എനിക്ക് പൊതുവേ ഉണ്ട്. ഇപ്പോൾ വിൻസ്വേ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. മാത്സ് എന്നുള്ളൊരു സബ്ജക്റ്റ് വളരെ ക്ലിയർ ആയിട്ട് അരച്ച് കലക്കി തലയ്ക്ക് മൈൻഡ്ലി അവനെ ക്ലിയർ ആക്കി വിട്ട ഒരു സംഭവമാണ്. അപ്പോൾ അതിൽ ഞാൻ വളരെ സന്തോഷവാനാണ്. വിൻസ്വേ പ്രതീക്ഷിക്കാത്ത ഫലമാണ് എനിക്ക് കിട്ടിയത്. ഏറ്റവും ലാസ്റ്റ് വന്നു, അപ്രതീക്ഷിതമായി എനിക്ക് കിട്ടിയൊരു വലിയൊരു സമ്മാനമാണിത്. വിൻസ്വേ അത് വളരെ വ്യക്തമായും വളരെ ക്ലാരിറ്റിയോടെ ചെയ്തു തീർത്തു. കഴക്കൂട്ടം സൈനിക് സ്കൂളിലേക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ തന്നെ അഡ്മിഷൻ ലഭിച്ച അജിന്റെ അമ്മയാണല്ലേ? അതെ. നമ്മുടെ വിൻസയിൽ വന്നതിന് ശേഷം എന്തെങ്കിലും പഠന നിലവാരത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ടോ? അതെ, ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് മാത്സിൽ ഞാനിവിടെ കൊണ്ടുവന്ന് വിടുമ്പോൾ ടേബിൾ ഒന്നും കറക്റ്റായിട്ട് അറിയാത്തൊരു പരുവത്തിലാണ് കൊണ്ടുവന്ന് വിടുന്നത്. കാരണം 4ാം ക്ലാസ്സിലായിരുന്നു വിടുന്നത്. അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യാസം വന്നു. സ്കൂളിലാണെങ്കിലും നല്ല അപ്രീസിയേഷൻസ് കിട്ടാറുണ്ട്. മാത്സിലാണെങ്കിലും ടോപ്പിൽ ഇപ്പം നിൽക്കുന്നത് അജിനാണ്. പിന്നെ സ്കൂളിലാണെങ്കിലും ക്വിസൊക്കെ നടത്തുമ്പോൾ ഒരു ഹൈസ്കൂൾ ലെവൽ കുട്ടികൾക്കൊപ്പം തന്നെ എത്തി നല്ലൊരു അപ്രീസിയേഷനാണ് നമുക്ക് സ്കൂളിൽ നിന്നും എല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്നത്.